Hello everyone, welcome to Bismi's food cart. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കോട്ടഡ് Oreo balls ആണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ Oreo biscuit ആണ് എടുത്തിരിക്കുന്നത്. 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ആണ്. 100 ഗ്രാമിന്റെ 2 പാക്കറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കണം. 20 ബിസ്ക്കറ്റ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ക്രീമോട് കൂടി വേണം ഇത് പൊടിക്കാൻ. അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി. നല്ല ഫൈൻ പൗഡർ ആക്കണ്ട. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇങ്ങനെ ബാക്കിയുള്ള ബിസ്ക്കറ്റും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാ ബിസ്ക്കറ്റും പൊടിച്ചെടുത്തു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പൊടിച്ചു വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇത് ഗാർണിഷിങ്ങിന് വേണ്ടിയാണ്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറാണ്. ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് 3 ടേബിൾ സ്പൂൺ പാലാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലതായിട്ട് കുഴച്ചെടുക്കണം. ഇത് നല്ലതായിട്ട് നമുക്കിനി കുഴച്ചെടുക്കാം. നല്ല ബോളൊക്കെ ആവുന്ന ഒരു പരുവം വരെ നമുക്ക് കുഴയ്ക്കാം. അപ്പോൾ ഇത് കുറച്ച് ബോൾ ആവുന്നുണ്ട്. അപ്പോൾ ഈ 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടും ബോൾ ആവുന്നില്ല എങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതും കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൈയുടെ ചൂടും കൊണ്ട് തന്നെ ആ ഡാർക്ക് ചോക്ലേറ്റ് നല്ലതായിട്ട് മെൽറ്റ് ആവും. അപ്പോൾ നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ബോൾസ് ഉണ്ടാക്കണം. നല്ല പ്രസ് ചെയ്ത് വേണം ഈ ബോൾ ഉണ്ടാക്കാൻ. അങ്ങനെ ഒരു ബോൾ റെഡി ആയി കഴിഞ്ഞു. ഇതുപോലെ ബാക്കിയുള്ള ബോളും കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ 20 ബിസ്ക്കറ്റിൽ നിന്ന് ഒരു 10 ബോൾസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ചൂടാക്കാൻ വെക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു ബൗൾ വെക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റും ബട്ടറും നല്ലതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ ബട്ടർ പേപ്പർ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോ ബോളും ഈ മെൽറ്റായിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്യണം. നല്ലതായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ബോൾസിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് നല്ലതായിട്ട് കോട്ടാവണം. കോട്ടായി കഴിഞ്ഞിട്ട് ഈ ബോൾ നമ്മുടെ ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ ബോളിൻ്റെ മുകളിലായിട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ഓറിയോ ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഓരോ ബോളും നമുക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് നല്ലതായിട്ട് കോട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഓറിയോ ക്രംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ എല്ലാ ബോൾസും റെഡിയാക്കി കഴിഞ്ഞു. ഇതിനി നമുക്കൊരു 15 to 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് നല്ലതായിട്ട് സെറ്റ് ആവുന്നിടം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ 20 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം നല്ല രീതിയിൽ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് എല്ലാം നല്ലതായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പി വരെ ബൈ ബൈ, ടേക്ക് കെയർ.